റിസൾട്ട് വന്ന് ഉപ്പൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു സന്തോഷം അതിനുവേണ്ടി ഞാൻ പഠിച്ചു. നമ്മുടെ മകനും ഒരു ഡോക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ്. എക്സാം എന്നുള്ള പേടി പോയിട്ട് നമുക്കതൊരു ശീലമായി മാറിക്കിട്ടും. ഡോപ്പയിൽ ഇറങ്ങിയത് മുതൽ നമുക്കൊരു പ്രതീക്ഷ. സമൂഹത്തിന് സേവനം ചെയ്യാൻ ഉതകത്തക്ക രീതിയിലുള്ള ഒരു ഡോക്ടറാക്കി മാറ്റണമെന്ന് എൻ്റെ പ്രാർത്ഥന. ഹായ് ഓൾ, വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റിലാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഡോപ്പ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻറ്റ് മസ്റൂർ ആൻഡ് ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. സോ അവരോട് റിസൾട്ട് കഴിഞ്ഞ ഉടനെ, റിസൾട്ട് അല്ല ആക്ച്വലി എക്സാം കഴിഞ്ഞ ഉടനെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ നമുക്കുണ്ടായ മാർക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മാർക്ക് എത്രയെന്നുള്ളതല്ല, സോ നമുക്ക് അവരായിട്ടുള്ള ഹാപ്പിനെസ് ഷെയർ ചെയ്ത് നോക്കാം. മസ്റൂർ പറ, എന്ത് പറയുന്നു? നല്ല രസമുണ്ടായിരുന്നു. കാരണം എക്സാമിന് പോകുമ്പോഴൊക്കെ നല്ല ഒരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒരു ത്രില്ലായിരുന്നു. കുറെ കാലം കഷ്ടപ്പെടുന്ന അതിന്റെ എൻഡ് ഇന്നായി. പിന്നെ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തിറക്കുന്ന ഒരു ത്രില്ല എക്സാമിന് പോകുമ്പോൾ ഉണ്ടായി. സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ പോയത് എക്സാമിന്റെ ത്രില്ല്. പണ്ടൊക്കെ എക്സാമിന് പേടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ പോയത് എങ്ങനെയാ വെച്ചാല് ഇപ്പൊ 126 എക്സാം ഇന്ന് എഴുതിയ ഈ 3 മാസത്തിനുള്ളിൽ. പിന്നെ ആ എക്സാമിന്റെ ഒരു ത്രില്ലല്ലേ വരും എന്തായാലും. ഇത്രയും എക്സാം എഴുതി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാന്നല്ലേ. അപ്പൊ ആ ത്രില്ല് അതങ്ങനെ ഉണ്ടായി. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായി. ഓക്കെ, നമുക്ക് ഫാദറിന് ഇത് കേൾക്കാം. എന്ത് തോന്നുന്നു അവന്റെ ഇപ്പോഴത്തെ എത്തി നിൽക്കുന്ന റിസൾട്ട് എത്തി നിൽക്കുന്ന ഒരു മൊമെന്റിൽ? നേരത്തെ തന്നെ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയം ഇവൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ എന്ത് വില കൊടുത്തും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഞാനും എന്നെക്കാളും കൂടുതൽ ഇവനെ ഈ വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ച ഇവിടത്തേക്ക് പറഞ്ഞയച്ചിരുന്ന ഇവൻ്റെ മെയിൻ ഒരു ഗുരുവുണ്ട്, മുനവ്വറമാനി, മുഹമ്മദ് മുനവ്വറമാനി സിദ്ര അക്കാഡമിയുടെ പ്രിൻസിപ്പള്. മൂപ്പരടുക്കളിൽ നിന്നും നല്ല പ്രോത്സാഹനം ഈ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ എല്ലാ വിഷയങ്ങളും ഏത് സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടേ ഉണ്ട്. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, ഫാമിലിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും വൈഫ് മാത്രമല്ല, ബ്രദേഴ്സ് മാത്രമല്ല, അങ്കിൾസും നല്ലൊരു ഫാമിലി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരാനൊരുങ്ങുമ്പോൾ തന്നെ രാവിലെ 4:45 തന്നെ ഇവരുടെ മൂത്ത മാമൻ വിളിച്ചു, പോകാറായില്ലേ, പോകുമ്പോൾ ഇന്നതൊക്കെ കരുതണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയുമോ. പിന്നെ ഇതിനൊക്കെ അപ്പുറം പ്രാർത്ഥന ഒരുപാട് ഇടങ്ങളിൽ നിന്ന് മസ്റൂറിന് വേണ്ടി, ഇതേ ഡോപ്പയിൽ തന്നെ മസ്റൂറിനോടൊപ്പം ചേർന്ന് പഠിക്കുന്ന മറ്റൊരു സ്ഥലത്തുള്ള നസീം എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കനുസരിച്ച് തന്നെ ഇവൻ്റെ സന്തോഷകരമായ റിസൾട്ടാണ് പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ നമുക്ക്. ഞാൻ ഒരു കഴിഞ്ഞ പെരുന്നാളിൻ്റെ ലീവിന് വന്നപ്പോൾ ഏകദേശം നീ എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ഫസ്റ്റ് 10 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതന്നെ വലിയൊരു സന്തോഷകരമാണ്. അത്രക്കും ഒരു കുട്ടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ടാകും കുട്ടി എന്നല്ല, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, സ്ഥാപനം. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മളെല്ലാരും ഇവിടെ ഉള്ള അതിന്റെ മാർക്ക് കാൽക്കുലേഷനും അതിന്റെ തിരക്കൊക്കെ കണ്ടാൽ അതുകൊണ്ട് തന്നെ എത്രത്തോളം എഫേർട്ടൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം നീക്കി വെച്ചുകൊണ്ട് ഈ അവസാന നിമിഷം വരക്കും ഇവിടെ നിൽക്കുന്നതും നിങ്ങൾ തന്നെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതിനൊരുക്കി തയ്യാറായി നിന്നത്. ഓക്കെ, ട്രെയിനുള്ള ആളുകളാണ്, അതിനിടയിലെ ബിറ്റ്വീൻ പിടിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടു. ഉമ്മരോട് ചോദിച്ചു നോക്കാം. അവന് എന്ന് മുതൽ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്? അത് SLC കഴിഞ്ഞത് മുതൽ നിങ്ങൾ ആൾറെഡി ഉള്ളൊരു ഡ്രീം ആയിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ചെറിയ പനികളും കാര്യങ്ങളും ചികിത്സിക്കാൻ അവർ ഇനി ഉണ്ടാവും. ആ കാര്യം നമുക്ക് സന്തോഷത്തോടെ നിൽക്കാം. ഇനിയിപ്പം എയിംസിലാണോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അത്ര നല്ല സ്കോർ എത്തി നിൽക്കുന്ന അവന് എന്ന് മുതൽ നിങ്ങൾ അതിന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്? ഡോപ്പയിൽ ഇറങ്ങിയത് മുതൽ നമുക്കൊരു പ്രതീക്ഷ. ഡോപ്പ ചേർത്തിയ മുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവന് +2 ഒക്കെ നന്നായി സ്കോർ ചെയ്തു. ആദ്യം തന്നെ അവന് അക്കാഡമിക്കലി എക്സൽ ചെയ്യുന്നൊരു പേഴ്സൺ തന്നെയാണല്ലോ അല്ലേ? അന്ന് മുതലേ നിങ്ങൾക്ക് എത്രത്തോളം ഹോപ്പ് ഉണ്ടായിരുന്നു അവനൊരു ഡോക്ടർ ആക്കി മാറ്റാന്നുള്ളത്? ഇപ്പൊ ഞാൻ പറയുന്നതായിരിക്കുന്നല്ലേ. എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്ന ഒരു IAS ആണെന്നേനു. പക്ഷെ അപ്പൊ തോന്നി വെറുതെ ഒരു IAS ഒരു പ്രൊഫഷൻ എടുത്തിട്ട് വേണമെന്ന്. പിന്നെ ഈ ഫീൽഡിൽ ഇറങ്ങി പിന്നെ തീരുന്നേ ഇതാണ് എനിക്ക് ആപ്റ്റ് ആയത്. അപ്പോൾ IAS എന്നുള്ള ആഗ്രഹം വിട്ട് മൊത്തം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ മാക്സിമം ഇടണമെന്ന് തോന്നി. അപ്പോൾ ഇട്ടു. അത് നടന്ന സന്തോഷം. ഡോപ്പയിലെ അനുഭവം ഒന്ന് ചുരുക്കി പറയും, എങ്ങനെയുണ്ടായിരുന്നു? ഡോപ്പയിലെ അനുഭവം ഞാൻ മുമ്പ് ഒരിക്കൽ ഇതേപോലെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ഒന്നും ഡോപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, എന്താ ഡോപ്പാന്നുള്ള മൊത്തത്തിൽ അറിയില്ല. അപ്പോൾ ഒരു കസിൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നു സ്കോളർഷിപ്പ് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അത്രയും സ്കോളർഷിപ്പ് കിട്ടി വരും, വേറെ ഓപ്ഷൻ നോക്കൂലല്ലോ. ഇവിടെ വന്നേ പിന്നെ ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഏറ്റവും എഫക്റ്റീവായി തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങളോട് മറക്കാൻ സമ്മതിക്കില്ല. കാരണം
ആ ഒരു മാസം പഠിച്ചതിന് ആ മാസത്തിന് അവസാനം ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്ത മാസം ആകുമ്പം അതുവരെ ഉള്ളതിൻ്റെ ടെസ്റ്റും ഉണ്ടാവും. പിന്നെ ഡെയിലി റിവിഷൻ ക്വിസ് ഉണ്ടാവും. അവസാനം ആകുമ്പോൾ റിവിഷൻ 3 മാസത്തെ റിവിഷൻ, അതും വെരി എഫക്റ്റീവ്. എക്സാം എന്നുള്ള പേടി പോയിട്ട് നമുക്കതൊരു ശീലമായി മാറി കിട്ടും. അതൊരു ഏറ്റവും നല്ല കാര്യമായിരുന്നു. ഈ 2 കാര്യം നമുക്ക് ഭയങ്കര എഫക്റ്റീവ്. ഈ സമയത്ത് ഫാദറിനോട് മദറിനോട് പറയാനുള്ളത് ഫാദറിനോടും പറയാൻ കൂടെ നിന്നതിന് നന്ദി. അത്രക്കും സപ്പോർട്ടീവായിരുന്നു. കാരണം എന്താ പറയുക, ഉപ്പാൻ്റെ ഒക്കെ ഒരു ഹഗ് ഉണ്ട് അതിൽ വീണ് പോകും. കാരണം ഈ റിസൾട്ട് വന്ന് ഉപ്പ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു സന്തോഷം, അതിനുവേണ്ടി ഞാൻ പഠിച്ചു. ഓക്കെ, എന്താണ് മീൻസ് ഇടയ്ക്കൊക്കെ നമ്മൾ എന്തായാലും ഡൗൺ ആയി പോകും അല്ലേ പ്രിപ്പറേഷൻ സമയത്ത്? എന്താണ് അതിന് സപ്പോർട്ട് മീൻസ് മുന്നോട്ട് പോകാനുണ്ടായ കാരണങ്ങളൊക്കെ? ഡൗൺ ആയി പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഡൗൺ ആയിരുന്നു അങ്ങ് ഫുള്ള് ഡൗൺ ആയിരുന്നു ഇത് ഡ്രോപ്പ് ചെയ്യാം, ഇല്ലേ അതിൽ നിന്ന് അടുത്തുള്ള കൂട്ടുകാരനോടോ, ഇല്ലേ ഒന്ന് ഉമ്മാനെ കോൾ ചെയ്യാം, ഇല്ലേ ഒന്ന് ഉപ്പാനെ കോൾ ചെയ്യാം, ഇല്ലേ നേരത്തെ പറഞ്ഞ ഉസ്താദിനെ കോൾ ചെയ്യാം. ഇങ്ങനെ അമ്മ ഒന്നുകൂടി എണീച്ച് വീണ്ടും തുടങ്ങാം. അപ്പോൾ ഈ 2 ഓപ്ഷൻ ഏറ്റവും നല്ലത്. കിട്ടണമെങ്കിൽ ഇത് വേണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ ആരെങ്കിലും ഒന്ന് കോൾ ചെയ്യും, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യും, പിന്നെ ഒന്ന് അതേപോലെ പഠിക്കും. ഇപ്പോൾ ഫാമിലിയിൽ ആരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്? ആരുമില്ല. എൻ്റെ ഫാമിലിയിലും ഇല്ല, വൈഫിൻ്റെ ഫാമിലിയും ഇല്ല. പിന്നെ വിദ്യാഭ്യാസപരമായി കുറെ ആളുകളുണ്ട്. ഡോക്ടർമാരല്ല എങ്കിലും 2 മാമന്മാര് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരാള് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, മറ്റൊരാൾ ആയുർവേദിക്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഡോക്ടർ ആവണമെന്നുള്ള അവന്റെ ആഗ്രഹം പറഞ്ഞു. ഫാമിലി ഇതുവരെ അങ്ങനെ ആരും ആയിട്ടില്ല. അപ്പൊ നിങ്ങളെ ചിന്താഗതി എങ്ങനെയായിരുന്നു? അവൻ അത് അച്ചീവ് ചെയ്യാൻ പോസിബിൾ ആണോ? എന്താണ് നിങ്ങൾക്ക് അതിൽ? എന്റെ ജ്യേഷ്ഠനെ കുറച്ചും കൂടി ഇവനെക്കാളും ബെറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ ആരോ ഒരാള് ഈ ഒരു ആഗ്രഹം, ഇവന്റെ മൂത്ത ജ്യേഷ്ഠനാണോ തോന്നുന്നുണ്ട് പറഞ്ഞത്, നല്ല സ്കോർ ചെയ്തപ്പോൾ നമുക്കൊരു ഡോക്ടർ ആയിക്കൂടെ. അന്ന് ഞാൻ ചിന്തിച്ച വിഷയം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു മേഖലയാണ്. പലരും ചിന്തിക്കുന്ന ഒരു വിചാരമാണ്. അതുകൊണ്ട് ഞാൻ എന്തായിട്ടില്ല, അത്രമാത്രം അതിന് താല്പര്യം കൊടുത്തില്ല. എന്ന് മാത്രമല്ല, പിന്നീട് സയൻസിൽ ചേർത്തിട്ടും സ്വമേധയാ അവന്റെ നിലപാട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഓൻ തന്നെ എന്ത് ചെയ്തു, അവൻ തന്നെ മാറിയിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ആ ലക്ഷ്യം ഇവൻ നേരത്തെ പറഞ്ഞിരുന്ന IAS എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പം പോക്ക്. അത് ഒഴിവാക്കണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നോക്കാം. അതെ, അതും കൂടി ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ ബെറ്റർ ആയല്ലോ. ഓക്കെ, പിന്നെ SLC കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ആ ആറ്റിറ്റ്യൂഡിന്റെ സമയത്ത് ഇവരെ യൂണിവേഴ്സിറ്റിയിലെ സമദ് മാഷ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച്, സമദ് മാഷാണ് എന്നോട് ഫസ്റ്റ് ഈ വേർഡ് പറയുന്നത്, മസ്റൂറിന് ഡോക്ടറാകണം. ഓക്കെ, ഞാൻ ശരിക്കും തരിച്ചു പോയി. അല്ല, കുറേ പേർക്കുള്ള ഡൗട്ടാണ്. ഇപ്പൊ നമ്മളോട് തന്നെ ചില പാരന്റ്സ് പറയും, ഞങ്ങളെ കൊണ്ട് അത് കൂട്ടിയാ കൂടും, അങ്ങനെ തന്നെ പറയാറില്ല, ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ഞങ്ങളൊക്കെ പോയി പഠിച്ച സമയത്ത് ഫസ്റ്റ് ഫീ 25,000 അടയ്ക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ട് വിട്ടിട്ടുണ്ട്. പാരൻസ് പലരും ഗിഫ്റ്റ് തന്ന കാശൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് 20. അടുത്ത വർഷം ഫീസ് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം, നിങ്ങൾക്ക് അവന് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ആ ഫീൽഡിൽ വിടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിലിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അധിക പേര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാശ് മുടക്കി പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അധികം പോലെ സാമ്പത്തിക ചിലവില്ല എന്നുള്ളത് ഗവൺമെന്റിൽ കേട്ടോ. പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചിലവുണ്ട് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഫൈനലി വിഷയമാണ്, നമുക്ക് ട്രെയിനൊക്കെ ടൈം ആയതുകൊണ്ടാണ്. എനിയാവും നിങ്ങൾ ഹോപ്പ് ചെയ്ത പോലെ ഒരു എയിംസിൽ പഠിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഇത് നമുക്ക് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടിപൊളിയാവട്ടെ. റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിന് മോർ ക്ലിയർ കിട്ടും. അപ്പോൾ നമുക്ക് അടിപൊളിയായി താല്പര്യമുള്ള ഒരു മേഖലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ ആതുര സേവന രംഗത്ത് ചെറുപ്പം തൊട്ടേ ഓരോരുത്തരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്, പല പ്രഗത്ഭരായ ഡോക്ടർമാരായിട്ടും ഡയറക്റ്റ് നല്ല ഡീലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ മകനും ഒരു ഡോക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണല്ലോ. നാട്ടിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ആളുകൾക്കൊക്കെ സേവനം കൊടുക്കാൻ എന്തായാലും നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ചെയ്യും. അതെ, അവന്റെ ഒരു ഫ്രീ ക്ലിനിക്ക് തന്നെ നമുക്ക് നാട്ടിൽ റൺ ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും സമൂഹത്തിന് സേവനം ചെയ്യാൻ ഉതകത്തക്ക രീതിയിലുള്ള ഒരു ഡോക്ടറാക്കി മാറ്റണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ലിമിറ്റഡ് ടൈമിൽ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയാവും മസ്റൂറിനും ഫാമിലിക്കും അടിപൊളിയായി വർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി അവരെ വർക്ക്. ഞാനിപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ പിടിച്ചിരുത്താനൊരു കാര്യം ഉണ്ടായിരുന്നു. മസ്റൂർ നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന പേഴ്സണാണെന്ന് പറയാം. അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു, നമ്മളിപ്പം പറയുന്ന പോലെ ഫാമിലിയാണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. കാരണം അത്ര ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു പേഴ്സൺ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയോ മസ്റൂർ പറഞ്ഞ ഒരു ബിഗ് താങ്ക് യു ഈ മസ്റൂറിനെ ഇത്ര നന്നായി ചേർത്ത് ഇത്ര അടിപൊളിയായി പഠിപ്പിച്ചതിന്.
അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നിട്ട് ഒരിക്കൽ കൂടിയും കാണാം. താങ്ക് യു. ഓക്കെ.